ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മിനിമം ഒരു 2 സ്ലൈസ് ബ്രെഡും ഒരു ഗ്ലാസ് പാലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പുഡിങ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റോ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. നമുക്ക് ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്കിതിലോട്ട് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനൊരു 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കണേ. ഇതൊരു 6 ഇഞ്ച് നീളവും വീതിയുള്ള പുഡിംഗ് ട്രേയുടെ അളവിനനുസരിച്ചുള്ള ബ്രെഡാണ്. നിങ്ങളുടെ ട്രേയുടെ വലുപ്പം കുറയുന്നതനുസരിച്ച് അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഞാൻ ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് കറക്റ്റായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള മോൾഡും എടുക്കാം. ഒന്നല്ലെങ്കിൽ സാധാരണ പാത്രമോ അല്ലെങ്കിൽ ചെറിയ സ്നാക്ക് ബോക്സോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് നമുക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ട്രേയിൽ നന്നായി ബട്ടർ തേച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ടൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായി നമ്മൾ പൊടിച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തേങ്ങയുടെയൊക്കെ നനവ് കൊണ്ട് തന്നെ നന്നായി ഒന്ന് കുതിർന്ന് കിട്ടിക്കോളും. അത് മതിയാകും. ഇത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടിവശം പരന്ന ഗ്ലാസ്സോ പാത്രമോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പുഡിങ് ട്രേയിൽ നിന്ന് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ ചെയ്തെടുത്ത ശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വന്ന ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് ലോ ഫ്ലെയിമിൽ അതിൻ്റെ പച്ചമണവും കളറും ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. നന്നായി ഒന്ന് റോസ്റ്റായി ഇതിൻ്റെ കളറൊക്കെ ഒരു യെല്ലോ ടിൽറ്റിലോട്ടൊക്കെ വന്ന ശേഷം നമുക്കിതിലോട്ട് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോഴും ചേർത്ത ശേഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് കട്ടകളെല്ലാം നീക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൈദയെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോഴെല്ലാം ഫ്ലെയിം ലോയിൽ വെക്കണേ, ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇനി ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാറില്ല. കണ്ടില്ലേ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാകും. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി കുറുക്കിയെടുക്കണം. നന്നായി കുറുകി വരണേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ കൺസിസ്റ്റൻസിയിൽ പുഡിങ് കിട്ടുകയുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഇത് നന്നായി കുറുക്കിയെടുക്കാം. ഇത് തിക്കാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ടും ലോയിലോട്ടൊക്കെ മാറ്റാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുതേ. ഇപ്പോഴിത് കുറേശ്ശെ തിക്കായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. ചൈന ഗ്രാസോ ജലാറ്റിനോ കസ്റ്റാർഡ് പൗഡറോ വാനില എസൻസോ ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. എങ്കിൽ തന്നെ വളരെ ടേസ്റ്റിയാണിത്. നമ്മൾ ബ്രെഡും തേങ്ങയൊക്കെ മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കൈവിടാതെ ഇളക്കി കൊടുത്തത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. നമുക്കിനി ഇത് നമ്മൾ നേരത്തെ ബ്രെഡ് പരത്തി വെച്ച പുഡിംഗ് ട്രേയുടെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ട്രേയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ മിക്സ് എല്ലാം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിൽക്കെല്ലാം ഇതിൽ കിടന്നൊന്ന് സെറ്റായി കിട്ടിക്കോളും. നന്നായി ടാപ്പ് ചെയ്ത ശേഷം ഇത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ചൂടാറി കിട്ടിയ ശേഷം മിനിമം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്കൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം.
ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാനായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറായി കാണും. ഇപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം നന്നായി വിട്ട് പോരുന്നുണ്ട്. എല്ലാ സൈഡും പതിയെ ഇതുപോലെ ഒന്ന് വിടുവിച്ചെടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ മുകൾ വശം ഇങ്ങനെയാണ് വരിക. ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത ശേഷം അതിലോട്ട് നമ്മൾ പുഡിങ് കമിഴ്ത്തി കൊടുക്കാം. കമിഴ്ത്തി കൊടുക്കുമ്പോൾ തന്നെ വിട്ടു വന്നോളണമെന്നില്ല, നന്നായി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പോഴിത് പതിയെ ഇറങ്ങി വന്നോളും. ശേഷം നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പുഡിങ് വളരെ എളുപ്പത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് വേണമെങ്കിൽ നട്ട്സ് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ചുകൂടി ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മിൽക്ക് ബ്രെഡ് പുഡിങ് റെഡി. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സ്മൂത്താണിത്, നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, അത്രയും സോഫ്റ്റാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി പുഡിങ്ങാണ്. വീട്ടിലെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത്. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്